ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഇന്ന് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ബോട്ടിലെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. നമ്മളതിൽ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഈ ഒരു റെഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് കുപ്പിയിൽ ഫുൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള ബ്രഷ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കട്ടിയുള്ള ബ്രഷും തിന്നായിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ റെഡ് കളർ ഫുൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. ഇതിന് 2-3 കോട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും നല്ല തിക്കായിട്ട് വരുള്ളൂ. ആദ്യം കളർ ചെയ്ത് കൊടുത്തപ്പോൾ ലൈറ്റായിട്ടാണ് വന്നത്. അത് പിന്നെ ഉണക്കാൻ വെച്ച് രണ്ടാമത് ഞാൻ ഒന്നും കൂടി ചെയ്ത് മൂന്നാമത് കളർ ചെയ്തപ്പോഴാണ് നല്ല കളറായിട്ട് വന്നത്. അത് ഞാനങ്ങനെ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണങ്ങി അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അതിന് ടോപ്പ് ഭാഗത്തായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞ പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്ത് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ചെറിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞ കളർ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ആ ബോട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കുഞ്ഞ് കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു സർക്കിൾ ഷേപ്പിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സ്പീഡിലാണ് കാണിച്ചത്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഇതളുകൾ വരച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് വൈറ്റ് കളറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളറിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഈ റെഡിൽ വൈറ്റ് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഫ്ലവേഴ്സ് അവസാനം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും വൈറ്റ് കളർ ഉപയോഗിച്ച് ഇതുപോലെ തിന്നായിട്ടുള്ള ഇതൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ലൈറ്റായിട്ട് മെല്ലിഞ്ഞ് വണ്ണം കുറഞ്ഞ ഇതളുകളാണ് വരച്ച് കൊടുക്കുന്നത്. ഇതുപോലെയാണ്. അപ്പോൾ നല്ല സൂര്യപ്രകാശം നല്ല വെയിലുള്ള സമയത്താണ് ഇത് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് നല്ല ഇത്രയും വെളിച്ചം. അപ്പോൾ ഞാൻ അങ്ങനെ ആ 2 ഫ്ലവേഴ്സാണ് ഞാൻ വരയ്ക്കുന്നത് കാണിച്ചിട്ടുള്ളത്. ആ ബോർഡിൽ ഫുള്ള് നമ്മൾ ഫ്ലവേഴ്സ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടായിട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങനെ ആ ഫ്ലവേഴ്സ് ഫുള്ളും അതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനി നമ്മൾ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് വള്ളി വരുന്ന രീതിയിൽ അതിലിങ്ങനെ ഇലകൾ വരുന്ന പോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ വള്ളി വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വരച്ചതിന് ഇച്ചിരി വണ്ണം കൂടിപ്പോയി. ഇത് ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യത്തേന് ഇച്ചിരി വണ്ണം കൂടിപ്പോയി. അതിലിങ്ങനെ ഇലയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് ചെയ്ത വള്ളി ഇച്ചിരി ലൈറ്റായിട്ടാണ് വന്നത്. അതിൽ പിന്നെ ഞാനിങ്ങനെ ഇല പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി. ഞാനങ്ങനെ ആ ബോർഡിൽ ഫുൾ ഇതുപോലെ വള്ളികൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മഞ്ഞ കളർ വീണ്ടും ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിലായിട്ട് നമ്മളിനി ഉണക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ബോർഡിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.